മനോഹരമായ കാഴ്ച കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഡൈനിങ് ഹാളിന്റെ ഭാഗത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു പോവുകയായി. അഗതികളായ അമ്മമാർ ബിരിയാണി ആസ്വദിക്കുന്ന തിരക്കിലാണ്. ആസ്വാദനത്തിനിടയിലും ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് നേരെ ഹസ്തം നീട്ടുകയായി. ഒരിക്കലും മറക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ആ പുഞ്ചിരിയും ആ ഹസ്തദാനവും. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്തുള്ള തെറ്റുവഴിയിലാണ് കൃപാ മരിയ ഭവൻ എന്ന ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ഇവിടെ നിത്യരോഗികളും മാനസികാസ്വസ്ഥത നേരിടുന്നവരും ഉപേക്ഷിക്കപ്പെട്ടവരുമൊക്കെയായി 300ഓളം പേർ താമസിക്കുന്നുണ്ട്. ഇത് ചിന്നമ്മ. ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ ഇവരോടൊപ്പമുണ്ടത്രേ. ഇവർക്ക് കൂട്ടായി കുറച്ച് സഹായികളുമുണ്ട് ഇവിടെ. ഈ സ്ഥാപനത്തിൽ വളർന്ന് വലുതായ സ്വന്തം മക്കളുടെ കല്യാണം ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നടത്തിയ കഥകൾ പറയുവാനുള്ള അമ്മമാരുമുണ്ട് ഇവിടെ. ഇത് മനോഹരമായ ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആട്ടവും പാട്ടും നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു ദിവസം. പേരാവൂരിലെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇവിടെ ഇങ്ങനെയൊരു ദിവസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് അലി സാഹിബ്. അലി സാഹിബ് സ്വയം സമ്മതിക്കാത്ത ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഇദ്ദേഹം മുഖേനയാണ് ഇവിടെ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് മക്കളെ കൂടി കൂട്ടേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ വന്നത്. കാരണം അവർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രം കണ്ടാൽ പോരാ, ഇത്തരം കാഴ്ചകൾ കൂടി അവർ കാണേണ്ടതായിരുന്നു. അതിലൂടെ വലിയൊരു പാഠവും അവർക്ക് ലഭിച്ചേനെ. അഗതികളോടൊപ്പമുള്ള ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെ അറിയപ്പെടുന്ന പല പ്രമുഖ വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നർഗീസ് ബീഗം, ജീവിച്ചിരിക്കുന്ന മദർ തെരേസ എന്നുപോലും വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. ഇവരെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായി വിവരിക്കേണ്ടതില്ല, കാരണം അത്രത്തോളം പ്രശസ്തിയായ ജീവകാരുണ്യ പ്രവർത്തകയാണ് ഇവർ. ഇത് പേരാവൂരുകാരുടെ സ്വന്തം കുട്ടിച്ചൻ സാർ. കേരള പോലീസിലെ ഒരു മുതിർന്ന ഓഫീസറായിരുന്നു. മോർണിംഗ് ഫൈറ്റേഴ്സ് എൻഡ്യൂറൻസ് അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ. യൂണിഫോംഡ് ഫോഴ്സിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾക്കുമായി സൗജന്യമായി പരിശീലനം നൽകുന്ന ഒരു വ്യക്തി. ഇങ്ങനെ 500-ൽ പരം കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വേദി പങ്കിട്ടവരെല്ലാം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ്. എല്ലാവരെയും കുറിച്ച് വിശദീകരിക്കുവാൻ ഒരുപാട് സമയം വേണ്ടിവരും. പക്ഷെ ഇവിടെ എത്തിയവരിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായിട്ട് എനിക്ക് തോന്നിയത് ഈ കാണുന്ന ഷിഷ്ണ ആനന്ദിനെയാണ്. ഇതൊക്കെ ഷിഷ്ണ നിർമ്മിച്ച ഷിഷ്ണയുടെ കലാവിരുതുകളാണ്. ഇതിലെന്ത് ഇത്ര അത്ഭുതം എന്നല്ലേ? എന്ന് ഞാനൊരു കാര്യം പറയാം. ഷിഷ്ണയ്ക്ക് നമ്മളെപ്പോലെ കാഴ്ച ശക്തിയില്ല. ഫ്ലവേഴ്സ് ചാനൽ പോലുള്ള ചാനലുകളിൽ ഷിഷ്ണ നൃത്തം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിഷ്ണയ്ക്ക് പാട്ട് കേൾക്കാൻ കഴിയില്ല. ഇതൊന്നും പോരാണ്ട് സംസാരശേഷിയുമില്ല. എന്നിട്ടും മമ്മൂട്ടിയെ പോലുള്ള മഹാനടന്മാരുടെ കയ്യിൽ നിന്നും അവാർഡ് സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും കഴിവുള്ള നമ്മളൊക്കെ ഷിഷ്ണയിൽ നിന്നും ഒരുപാട് പഠിക്കുവാനുണ്ട്. ഇതൊക്കെ കൊണ്ടുതന്നെയാണ് മലയാളികളുടെ ഹെലൻ കില്ലർ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത്. പേരാവൂരിന്റെ സ്വന്തം ഡോക്ടർ സദാനന്ദൻ സാറിന്റെയും ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ സമദ് വരമ്പലാലയുടെയും ഹൃദയസ്പർശിയായ പ്രസംഗവും പേരാവൂർ ഖത്തീബ് മൂസ മൗലവിയുടെ മോട്ടിവേഷൻ ക്ലാസ്സുമൊക്കെ കഴിഞ്ഞു. ഇനി ഈ അഗതി മന്ദിരത്തിലെ ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനമാണ്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലൻ സാറാണ് ഉദ്ഘാടകൻ. ഷെയ്ജുവേട്ടനാണ് ബ്യൂട്ടീഷ്യൻ. മൂപ്പര് വർഷങ്ങളായി ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് ഇദ്ദേഹം കൃപാഭവനിലേക്ക് എത്തുന്നത്. ഇപ്പോ രോഗം പൂർണ്ണമായും ഭേദമായി. ഇനി അങ്ങോട്ട് ഇവിടെയുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ് മൂപ്പരുടെ തീരുമാനം. അങ്ങനെ മനോഹരമായ ഒരു ഉദ്ഘാടനവും കാണുവാൻ സാധിച്ചു. ഇനി ഷബീർ ഷാ നയിക്കുന്ന ഗാനമേളയാണ്. അതിനു മുമ്പ് വല്ലതും കഴിക്കണം. ഇതാണ് നിർമ്മല സന്തോഷ്. ഈ കാണുന്ന കൃപാ മരിയ ഭവന്റെ എല്ലാം ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ. കഥ കുറെ പറയാനുണ്ട്. ഞാൻ വിശപ്പ് കാരണം ഭക്ഷണം വിളമ്പുന്നിടത്തെത്തി. കപ്പ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെയുണ്ട്. അത് നന്നായി തന്നെ ഞാൻ ആസ്വദിച്ചു. വേദിയിൽ ഇപ്പോൾ ഒരു 5 പൈസ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ ഇവിടെ എത്തിയ പേരാവൂരിലെ സുന്ദര കുട്ടപ്പന്മാർ നടത്തുന്ന കൈമുട്ടിപ്പാട്ടാണ്. ഇവർക്കൊപ്പം കോഴിക്കോട്ടുകാരായ കുഞ്ഞൂസിത്തെയും കൂട്ടുകാരികളുമുണ്ട്. ഞാൻ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അന്തേവാസികൾക്കൊപ്പം അങ്ങനെ ഇരിക്കുകയാണ്. കൈമുട്ടിപ്പാട്ട് മെല്ലെ ഒരു ഗാനമേളയായി പരിണമിക്കുകയായി. അന്തേവാസികളിലെ പലരും നൃത്തച്ചുവടുകളുമായി വേദിയിലേക്ക് എത്തുകയായി. ഷബീർ ഷാ പാടി തിമർക്കുകയായി. ഇതൊക്കെയാണ് ആഘോഷം. നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം ആഘോഷങ്ങളിൽ നിന്നും സമൂഹം മാറ്റി നിർത്തിയ ഇത്തരം ആൾക്കാരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ്
ആ ആഘോഷം വലിയൊരു ആഘോഷമാകുന്നത്. ഇനിയും ഇതുപോലെ വലിയ ആഘോഷങ്ങൾ നടത്തുവാൻ പേരാവൂരിലെ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു പരിപാടി വൻ വിജയമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സുബൈറത്ത് കാലിക്കറ്റ്, സൈനുൽ ആബിദ് വെന്നിയൂർ, അലി കാട്ടുമാടം എന്നിവർക്കും കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കോഴിക്കോട്ടുകാർക്കും മലപ്പുറംകാർക്കും പാലക്കാട്ടുകാർക്കും എന്ന് വേണ്ട കേരളം ഒട്ടാകെയുള്ളവർക്കും പേരാവൂരിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ മിസ്റ്റർ പുഴക്കര മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.